എല്ലാ സുഹൃത്തുക്കളായ സജ്ജനങ്ങൾക്കും ഗോവിന്ദത്തിലേക്ക് സ്വാഗതം. 27-ാം ദശകത്തിലെ 7-ാമത്തെ ശ്ലോകം നോക്കാം നമുക്ക്. കഴിഞ്ഞ ശ്ലോകത്തിൽ 6-ാമത്തെ ശ്ലോകത്തിൽ മന്ധരപർവ്വതം താണു പോകുന്നു പാലാഴിയിലേക്ക്. ആ ഭാരം നിമിത്തം ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പൻ മഹാവിഷ്ണു കട്ടിയുള്ള പുറന്തോടുകൂടിയ ആമയുടെ ശരീരം സ്വീകരിച്ച് മന്ധരപർവ്വതത്തെ താങ്ങി നിർത്താൻ ശ്രമിക്കുന്നു, തൻ്റെ പ്രിയപ്പെട്ടവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട്. ഇനി 7-ാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. വജ്രാതിസ്ഥിരതരകർപ്പരേണ വിഷ്ണു വിസ്താരാത് പരിഗതലക്ഷയോജനേന അംബോധേ കുഹരഗതേന വർഷ്മണാത്വം നിർമഗ്നം ക്ഷിതിധരനാഥമുന്നിനേധ. വിഷ്ണു ത്വം വജ്രാതിസ്ഥിരതരകർപ്പരേണ വിസ്താരാത് പരിഗതലക്ഷയോജനേന അംബോധേഃ കുഹരഗതേന വർഷ്മണ നിർമഗ്നം ക്ഷിതിധരനാഥം ഉന്നിനേധ. ഇവിടെ വിഷ്ണു എന്ന് വിളിച്ചിരിക്കുന്നു. സർവവ്യാപിയാണ് ഭഗവാൻ ഗുരുവായൂരപ്പൻ അല്ലേ. ശ്രീ മേൽപ്പത്തൂർ പറയാണ്, അല്ലയോ സർവവ്യാപിയായ കൃഷ്ണ ഗുരുവായൂരപ്പ, അവിടുന്ന് സർവവ്യാപിയായ ഭഗവാനെ നെന്തിരുവടി വിഷ്ണുത്വം വജ്രാതിസ്ഥിരതരകർപ്പരേണ എന്ന് പറഞ്ഞാൽ വജ്രത്തേക്കാൾ കടുപ്പം കൂടിയ പുറഞ്ചട്ടയുണ്ട്. ആ കൂർമ്മത്തിൻ്റെ ശരീരം സ്വീകരിച്ച ആ ഭഗവാനോട് പറയുകയാണ്, ആ പുറഞ്ചട്ടയ്ക്ക്, ആ പുറഭാഗത്തിന് വജ്രത്തേക്കാൾ ഏറ്റവും കാഠിന്യമുള്ള വസ്തു ഏതാണെന്ന് ചോദിച്ചാൽ വജ്രമാണ്. നമ്മൾ ക്വിസിനൊക്കെ പോകുമ്പോൾ ആൻസർ പറയുന്നത് അല്ലേ. ആ വജ്രത്തിനേക്കാൾ കാഠിന്യമാണ് ഈ ആമയുടെ പുറഞ്ചട്ടയ്ക്ക്. വിസ്താരാത് പരിഗതലക്ഷയോജനേന. വിസ്താരം അതായത് ഏരിയ, വിസ്തീർണം പറയുവാണെങ്കിലോ 1,00,000 യോജനയാണ്. ഒരു യോജന എന്ന് പറഞ്ഞാൽ ഏകദേശം 2 മൈലാണ്. ആ 2 മൈലിന് ഇവിടെ 1,00,000 എന്ന് പറയുമ്പോൾ 2,00,000 യോജനയായില്ലേ. 2,00,000 വിസ്താരം ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ കൂർമ്മത്തിൻ്റെ ശരീരത്തിന്, ആ പുറഞ്ചട്ടയ്ക്ക്. അപ്പോൾ 1,00,000 യോജനേന വിസ്താരമുള്ളതും അംബോധേ കുഹരഗതേന വർഷ്മണാത്വം. ത്വം ഭഗവാൻ അവിടുന്ന് നിന്തിരുവടി കുഹരഗതേന സമുദ്രത്തിൻ്റെ അടിയിലെത്തിയതുമായ ആ ശരീരം കൊണ്ട്. അപ്പോൾ അത്രയും വിസ്താരമുള്ളതായതുകൊണ്ട് ആ ഭഗവാന്റെ ആ ശരീരം സമുദ്രത്തിൻ്റെ അടിയിൽ തട്ടിയാണ് നിൽക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിർമഗ്നം ക്ഷിതിധരനാഥം ഉന്നിനേധ. നിർമഗ്നം എന്ന് പറഞ്ഞാൽ അങ്ങനെ താണുപോയ മന്ധരപർവ്വതത്തെ ഉന്നിനേധ മേൽപോട്ട് ക്ഷിതിധരനാഥ ക്ഷിതിയെ ധരിക്കുന്ന നാഥനാണ്. അങ്ങനെ മന്ധരപർവ്വതത്തെ മേൽപോട്ട് പൊക്കിക്കൊണ്ടുവന്നു. അപ്പോൾ ഏത് രൂപവും എപ്പോൾ വേണമെങ്കിലും സ്വീകരിക്കാൻ സാധിക്കുന്ന ആ ഭഗവാൻ മഹാവിഷ്ണുവിനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ശ്ലോകത്തിൽ. ഭഗവാൻ എപ്പോൾ വേണമെങ്കിലും ഏത് രൂപത്തിലും എവിടെയും പ്രത്യക്ഷപ്പെടാൻ കഴിയും. ആർക്ക് നമ്മുടെ മുമ്പിൽ, അതായത് ഭക്തന്മാരുടെ മുമ്പിൽ, ഭക്തന്മാരുടെ സന്തോഷത്തിന് വേണ്ടി എന്തും ചെയ്യും ശ്രീ വിഷ്ണു എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. വജ്രാതിസ്ഥിരതരകർപ്പരേണ വിഷ്ണു വിസ്താരാത് പരിഗതലക്ഷയോജനേന അംബോധേ കുഹരഗതേന വർഷ്മണാത്വം നിർമഗ്നം ക്ഷിതിധരനാഥമുന്നിനേധ. ഇനി 8-ാമത്തെ ശ്ലോകം നോക്കാം. ഉന്മഗ്നേ ഛടിതി തദാ ധരാധരേന്ദ്രേ നിർമേധുർദൃഢമിഹ സമ്മദേന സർവേ ആവിശ്യ ദ്വിതയഗണേപി സർപ്പരാജേ വൈവശ്യം പരിശമയന്നവീവൃധസ്ഥാൻ. ഉന്മഗ്നേ തദാ ധരാധരേന്ദ്രേ ഝടിതി ഇഹ സർവേ സമ്മദേന ദൃഢം നിർമേധുഃ ത്വം ദ്വിതയഗണേ സർപ്പരാജേ അപി ആവിശ്യ വൈവശ്യം പരിശമയൻ താൻ അവീവൃധഃ. ഇവിടെ ഈ ശ്ലോകത്തിൽ ആ വാസുകി എന്ന സർപ്പത്തിന് ക്ഷീണം കാണുകയല്ലേ. അതുപോലെ തന്നെ അസുരന്മാർക്കും ക്ഷീണം കാണും, ദേവന്മാർക്കും ക്ഷീണം കാണും ഇല്ലേ. അത്രയ്ക്കും കഠിനമായ ഒരു പ്രവൃത്തിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത്
ഉന്മഗ്നേ ഛടിതി തഥാ ധരാധരേന്ദ്ര. ഇപ്പോൾ ധരാധരേന്ദ്ര എന്ന് പറഞ്ഞാൽ മന്ദരപർവ്വതം പെട്ടെന്ന് അങ്ങനെ പൊങ്ങി വന്നു. താണുപോയ പർവ്വതം പൊങ്ങി വന്നത് എങ്ങനെയാണ്? കൂർമ്മമായിട്ട് ചെന്ന് അടിയിൽ നിന്ന് താങ്ങിക്കൊടുത്തു ഭഗവാൻ. അങ്ങനെ പൊങ്ങി വന്നതായ സമയത്ത് ഛടിതി ഉന്മഗ്നേ, പെട്ടെന്ന് ഉയർന്നു വന്നു. ഇഹ സർവേ സമ്മതേന ധരാധര ഇന്ദ്രനാണ്, ധരാധരേന്ദ്ര. അങ്ങനെ ആ പർവ്വതം പൊങ്ങി വന്ന സമയത്ത് ഇഹ സർവേ സമ്മതേന ദൃഢം നിർമേധു, അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുമാണ്. ഇഹ ഇവിടെ, സർവേ എല്ലാവരും, സമ്മതേന എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇവിടെ മതം സന്തോഷമാണ്, ആഹ്ലാദത്തൊള്ളലോടെ വളരെ ശക്തിയോടുകൂടി. ദൃഢം നിർമേധു, വീണ്ടും മഥനം ചെയ്യാൻ തുടങ്ങി. നിർമേധു എന്ന് പറഞ്ഞാൽ അപ്പോൾ പർവ്വതം താണുപോയപ്പോൾ എല്ലാവർക്കും ദുഃഖം തോന്നിയെങ്കിലും വീണ്ടും പെട്ടെന്ന് ഉയർന്നു വന്നപ്പോൾ എല്ലാവർക്കും സന്തോഷം തോന്നി. അവർ വളരെ പൂർവാധികം ശക്തിയോടുകൂടി സന്തോഷത്തോടുകൂടി ആ പർവ്വതം ഉയർന്നു വന്ന സമയത്ത് വീണ്ടും പാലാഴിയെ മഥനം ചെയ്യാൻ തുടങ്ങി എന്നാണ് പറഞ്ഞത്. ഇനി ത്വം ദ്വിതയഗണേ, ദ്വിതയം എന്ന് പറഞ്ഞാൽ രണ്ട് വശത്തും, വശത്തും എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ കൂട്ടത്തിലും അസുരന്മാരുടെ ഗണത്തിലും. സർപ്പരാജയെ അപി ആവിശ്യ, പിന്നെയോ കൂട്ടത്തിലും മാത്രമല്ല സർപ്പരാജനായ ആ വാസുകിയുടെ ശരീരത്തിലും പ്രവേശിച്ചു. എന്നിട്ടോ വൈവശ്യം പരിശമയൻ, അവരുടെ ക്ഷീണം തീർത്തു, അവർക്ക് ശക്തി പകർന്നു, ഉത്സാഹം പകർന്നു. താൻ അവീവൃത, അത് അവീവൃത എന്ന് പറഞ്ഞാൽ വർദ്ധിപ്പിച്ചു. യഥാസമയം ഇവരൊക്കെ ക്ഷീണിക്കുന്നത് കണ്ട് ദേവന്മാരുടെ കൂട്ടത്തിലും അതുപോലെ അസുരന്മാരുടെ കൂട്ടത്തിലും പ്രവേശിച്ചിട്ട് അവരുടെ രണ്ടുപേരുടെയും കൂട്ടത്തിൽ മാത്രമല്ല വാസുകിയിലും പ്രവേശിച്ച് അവരുടെ ക്ഷീണം തീർത്ത് ഉത്സാഹവും ശക്തിയും വർദ്ധിപ്പിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ സൂക്ഷ്മരൂപത്തിലാണ് ഭഗവാൻ ഈ പ്രവൃത്തിയെല്ലാം ചെയ്യുന്നത്. ഭഗവാന് ഏത് രൂപം വേണമെങ്കിലും സ്വീകരിക്കാം, സർവ്വവ്യാപിയല്ലേ ഭഗവാൻ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഭാഗവതത്തിലെ ഒരു ശ്ലോകം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. തഥാസുരാവിശദാസുരേണ രൂപേണ തേഷാം ബലവീര്യമീരയൻ ഉദ്ദീപയൻ ദേവഗണാംശ്ച വിഷ്ണുർദൈവേന നാഗേന്ദ്രമബോധരൂപ. അപ്പോൾ ഇവിടെ അബോധരൂപ എന്ന് പറഞ്ഞിരിക്കുന്നത് സൂക്ഷ്മരൂപമായിട്ട് ഇങ്ങനെ രണ്ട് സുരന്മാരിലും അസുരന്മാരിലും അതുപോലെ വാസുകിയിലും പ്രവേശിച്ച് അവർക്ക് ബലവും വീര്യവും പ്രദാനം ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഒന്നുകൂടെ നോക്കാം ശ്ലോകം. ഉന്മഗ്നേ ഛടിതി തഥാ ധരാധരേന്ദ്രേ നിർമേധുർദൃഢമിഹ സമ്മതേന സർവേ ആവിശ്യ ദ്വിതയഗണേപി സർപ്പരാജേ വൈവശ്യം പരിശമയൻ അവീവൃതസ്ഥാൻ. ഇനി 9ാമത്തെ ശ്ലോകം. ഉദ്ദാമഭ്രമണജവോന്നമദ്ഗിരീന്ദ്രന്യസ്ഥൈകസ്ഥിരതരഹസ്തപങ്കജം ത്വാം അഭ്രാന്തേ വിധിഗിരിശാദയ പ്രമോദാത് ഉദ്ഭ്രാന്താ നുനൂരുപാത്തപുഷ്പവർഷാഃ. ഉദ്ദാമഭ്രമണജവോന്നമദ്ഗിരീന്ദ്രന്യസ്ഥൈകസ്ഥിരതരഹസ്തപങ്കജം ത്വാം അഭ്രാന്തേ വിധിഗിരിശാദയഃ പ്രമോദാത് ഉദ്ഭ്രാന്താഃ ഉപാത്തപുഷ്പവർഷാഃ നുനുവുഹു. ഉദ്ദാമഭ്രമണ, ഇവിടെ ശക്തിയോടുകൂടിയ തിരിച്ചിലിൻ്റെ വേഗം നിമിത്തം എന്നാണ്. ഉദ്ദാമഭ്രമണം, ഭ്രമണം ചെയ്യാന്ന് പറഞ്ഞാൽ കറങ്ങുക എന്നാണല്ലോ. ജവോന്നമത് ഗിരീന്ദ്ര ന്യസ്തൈക സ്ഥിരതരഹസ്തപങ്കജം, ആ ഹസ്തപങ്കജം എന്ന് പറഞ്ഞിരിക്കുന്നത് താമരപ്പൂക്കൾ പോലെയുള്ള കൈകളെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ പർവ്വതത്തിൽ ഒരു കൈ വെച്ചു, എന്നിട്ടോ അധികം അങ്ങനെ പൊങ്ങിപ്പോകാതെ തടുത്ത് നിർത്തി. ഇങ്ങനെ ആ കമ്പ് പോലെ നിൽക്കുന്ന പർവ്വതം, കടകോലായിട്ട് നിൽക്കുന്ന പർവ്വതം ഈ തിരിച്ചിലിൻ്റെ ശക്തിയിൽ ഉയർന്നു പോകാതെ തൻ്റെ താമരപ്പൂക്കൾ പോലെയുള്ള ആ തൃക്കൈകൾ പർവ്വതത്തിൻ്റെ മുകളിൽ വെച്ചു. ആ ഗിരീന്ദ്രന്യസ്തകൈ സ്ഥിരതരഹസ്തപങ്കജം അങ്ങനെ സ്ഥിരമായിട്ട് വെച്ചുകൊണ്ടിരുന്നു. അവിടുത്തെ അങ്ങനെ ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. ആ പർവ്വതത്തിൻ്റെ മുകളിൽ ഒരു തൃക്കൈ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്, പങ്കജത്തോടു കൂടിയ അല്ലെങ്കിൽ പങ്കജം പോലെ ശോഭിക്കുന്ന സുന്ദരമായ കൈകൾ. ആ പൊങ്ങി വരുന്ന മന്ദരപർവ്വതത്തിന്മേൽ ഒരു തൃക്കൈ വെച്ച് പർവ്വതം അധികം പൊങ്ങിപ്പോകാതെ തടുത്ത് നിർത്തി നിൽക്കുന്ന നിന്തിരുവടിയെ
ഇനി അഭ്രാന്തേ എന്ന് പറഞ്ഞാൽ ആകാശദേശത്ത്. വിധി ഗിരിശാദയ, വിധി ബ്രഹ്മാവാണ്. ഗിരിശാദയന്മാർ എന്ന് പറഞ്ഞാൽ ഗിരീശൻ പരമേശ്വരനാണ്. അങ്ങനെ ബ്രഹ്മാവ്, ശിവൻ മുതലായ ദേവന്മാർ പ്രമോദാദ് ഉദ്ഭ്രാന്താഹ, സന്തോഷപാരവശ്യത്തോടുകൂടി നോക്കി നിന്നു. മാത്രമല്ല ഉപാത്ത പുഷ്പവർഷാഹ നുനുവുഹു എന്ന് പറഞ്ഞാൽ സ്തുതിച്ചു, പുഷ്പവൃഷ്ടി നടത്തി സ്തുതിച്ചു. ഉദ്ഭ്രാന്ത നുനുരുപാത്ത പുഷ്പവർഷാഹ അഭ്രാന്തേ വിധി ഗിരിശാദയ പ്രമോദാൻ ഉദ്ഭ്രാന്ത നുനുരുപാത്ത പുഷ്പവർഷാഹ ഉദ്ദമഭ്രമണജവോന്നമദ്ഗിരീന്ദ്രന്യസ്തൈകസ്ഥിരതരഹസ്തപങ്കജം ത്വാം അഭ്രാന്തേ വിധിഗിരിശാദയ പ്രമോദാദ് ഉദ്ഭ്രാന്താനുരൂരുപാത്ത പുഷ്പവർഷാഹ. ഇവിടെ ഭഗവാൻ മറ്റൊരു പർവ്വതം പോലെ തോന്നിപ്പിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ശ്ലോകത്തിൻ്റെ പര്യവസാനത്തിൽ. ഇനി ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഉപര്യകേന്ദ്രം ഗിരിശാധിപന്യേ ആക്രമ്യ ഹസ്തേന സഹസ്രബാഹു തസ്ഥൗ ദിവി ബ്രഹ്മഭവേന്ദ്രമുഖൈരഭിഷ്ടുവദ്ഭി സുമനോഭിവൃഷ്ടഃ. ഇങ്ങനെ ആ പർവ്വതം പോലെ ശോഭിച്ചു എന്നുള്ളത് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്ന ശ്ലോകം അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: ഉപര്യകേന്ദ്രം ഗിരിരാടിവാന്യ ആക്രമ്യ ഹസ്തേന സഹസ്രബാഹു എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതായത് പർവ്വതം ഇങ്ങനെ നിലയ്ക്കാതെ തിരിയുന്നത് കണ്ടപ്പോൾ സഹസ്രബാഹുവായ ഭഗവാൻ എന്നാണ്. 1000 കൈകളുണ്ട്. ആ സഹസ്രം കൈകളുള്ള ഭഗവാൻ തൻ്റെ ഒരു കൈ കൊണ്ട് പർവ്വതത്തിൻ്റെ ഉപരിഭാഗത്ത് പിടിച്ചു നിന്നു. ഇത് കണ്ട ബ്രഹ്മാവ് ആക്രമ്യ ഹസ്തേന സഹസ്രബാഹു തസ്ഥൗ ദിവി ബ്രഹ്മഭവേന്ദ്രമുഖൈരഭിഷ്ടുവദ്ഭി സുമനോഭിവൃഷ്ടഃ. ഇന്ദ്രൻ, ശിവൻ, ബ്രഹ്മാവ് മുതലായ ദേവന്മാർ ഭഗവാനെ സ്തുതിച്ച് പുഷ്പവൃഷ്ടി നടത്തി എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പോൾ അടുത്ത ശ്ലോകം പറയുന്നതിന് മുമ്പ് ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഉദ്ദാമഭ്രമണജവോന്നമദ്ഗിരീന്ദ്രന്യസ്തൈകസ്ഥിരതരഹസ്തപങ്കജം ത്വാം അഭ്രാന്തേ വിധിഗിരിചാദയ പ്രമോദാദുദ്ഭ്രാന്താനുരൂരുപാത്ത പുഷ്പവർഷാഹ. ഇനി 10ാമത്തെ ശ്ലോകമാണ്. ഈ ദശകത്തിൽ 11 ശ്ലോകങ്ങളുണ്ട്. അപ്പോൾ ഒരു ശ്ലോകം കൂടിയുണ്ട്. 10ാമത്തെ ശ്ലോകം. ദൈത്യൗഘേ ഭുജഗമുഖാനിലേന തപ്തേ തേനൈവ ത്രിദശകുലേപി കിഞ്ചിദാർത്തേ കാരുണ്യാത്തവ കില ദേവവാരിവാഹാഃ പ്രാവർഷന്നമരഗണാൻ ന ദൈത്യസംഘാൻ. ദൈത്യൗഘേ ഭുജഗമുഖാനിലേന തപ്തേ തേന ഏവ ത്രിദശകുലേ അപി കിഞ്ചിത് ആർത്തേ ദേവ തവ കാരുണ്യാത് കില വാരിവാഹാഃ അമരഗണാൻ പ്രാവർഷൻ ദൈത്യസംഘാൻ ന. ഇവിടെ ദൈത്യൗഘേ എന്ന് അസുരന്മാർ ആ വാസുകിയുടെ ഭുജഗമുഖാനിലേന, ഭുജഗ മുഖ അനില ഏന, ആ ഭുജഗത്തിൻ്റെ മുഖത്ത് നിന്ന് വന്ന അനിലൻ, കാറ്റ്, വിഷക്കാറ്റാണ് വാസുകിയുടെ മുഖത്ത് നിന്ന് വന്ന കാറ്റിന്. ആ വിഷക്കാറ്റേറ്റ് തപ്തേ ചുട്ടുനീറി എന്നാണ്. താപം കൊണ്ട് അങ്ങനെ ചുട്ടുനീറി ഇങ്ങനെ സങ്കടപ്പെട്ട് വിഷമിച്ച് നിന്നപ്പോൾ തേന ഏവ ത്രിദശകുലേ, ത്രിദശകുലേ എന്ന് പറഞ്ഞാൽ ദേവകുലത്തിനെയാണ്. തേന ഏവ ത്രിദശകുലേ അപി കിഞ്ചിത് ആർത്തേ. ദേവന്മാരും വിഷമിക്കുന്നുണ്ട്. വാൽഭാഗം പിടിച്ചു നിൽക്കുന്നവരാണെങ്കിലും കാറ്റിങ്ങനെ വ്യാപിച്ച്, കാറ്റടിച്ച് ഈ വിഷക്കാറ്റിങ്ങനെ വ്യാപിക്കുമല്ലോ. അപ്പോൾ അസുരന്മാർക്ക് കൂടുതൽ താപം തോന്നി, ദേവന്മാർക്ക് കുറച്ച് കുറവുണ്ടെന്നേ ഉള്ളൂ. അവർക്കും ഈ വിഷക്കാറ്റ് കൊണ്ട് തന്നെ വിഷമം തോന്നി എന്നർത്ഥം. അപി കിഞ്ചിത് ആർത്തേ, അവരും ആർത്തരായിട്ടിരിക്കുമ്പോൾ, ദുഃഖിതരായിട്ടിരിക്കുമ്പോൾ, വിഷമിക്കുമ്പോൾ ദേവ തവ കാരുണ്യാത് കില, കാരുണ്യാത്തവ കില ദേവവാരിവാഹാഃ. എന്തു ചെയ്തു? അവിടുന്ന് തൻ്റെ കാരുണ്യത്താൽ, എന്താ വാരിവാഹാഃ എന്ന് പറഞ്ഞാലോ അമരഗണാൻ പ്രാവർഷൻ, ദേവന്മാരിൽ നന്നായിട്ട് മഴ പെയ്ച്ചു. ആ ദേവന്മാർ നിന്ന ഭാഗത്തേക്ക് വാരിവാഹാഃ
മഴ പെയ്ച്ചു നല്ലതുപോലെ. ദൈത്യസംഘാൻ ദൈത്യന്മാർ എന്ന വശത്ത് മഴ പെയ്ച്ചോ? ഇല്ല. അവിടെ പാർഷ്യാലിറ്റി കാണിച്ചു. അവർ വിഷക്കാറ്റേറ്റ് വിഷമിച്ചോട്ടെ എന്ന് വിചാരിച്ചു. ഭഗവാൻ അങ്ങനെ ആ അടിയിൽ കൂർമ്മമായിട്ട് താങ്ങിപ്പിടിച്ചു. അതുപോലെ തന്നെ മുകളിൽ ഇങ്ങനെ പൊങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി തൻ്റെ 1000 കൈകൾ ഉള്ളതിൽ നിന്ന് ഒരു കൈ കൊണ്ട് ആ താമരപ്പൂ പോലെയുള്ള മനോഹരമായ കൈകൊണ്ട് ഇങ്ങനെ അമർത്തിപ്പിടിച്ചു. അതുപോലെ തന്നെ ദേവന്മാരും അസുരന്മാരും 2 ഭാഗത്തും വിഷമിക്കുന്നത് കണ്ട് അവരിലൊക്കെ പ്രവേശിച്ചിട്ട് അവർക്ക് ശക്തിയും ഉത്സാഹവും പകർന്നു. അതുപോലെ തന്നെ വാസുകിയിൽ പ്രവേശിച്ച് വാസുകിക്ക് ശക്തിയും ഉത്സാഹവും പകർന്നു. അതുപോലെ തന്നെ വാസുകിയുടെ മുഖത്ത് നിന്ന് ഇപ്പോൾ വിഷക്കാറ്റ് വീശാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു? വാസുകിയുടെ തലയ്ക്കലുള്ള അസുരന്മാർ വിഷമിച്ചെങ്കിലും അവരെ മൈൻഡ് ചെയ്തില്ല. മറിച്ച് ദേവന്മാരെന്ന ഭാഗത്ത് മഴ പെയ്യിച്ചു. ഭഗവാന്റെ ആ ദേവന്മാരോടുള്ള പക്ഷപാതമാണ്, ആ പാർഷ്യാലിറ്റിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി ദൈത്യൗഘേ ഭുജഗമുഖാനിലേന തപ്തേ തേനൈവ ത്രിദശകുലേപി കിഞ്ചിദാർത്തേ കാരുണ്യാത്തവ കില ദേവവാരിവാഹാഃ പ്രാവർഷന്നമരഗണാൻ ന ദൈത്യസംഘാൻ. ഇനി നമുക്ക് അവസാനത്തെ ശ്ലോകം 11ാമത്തെ ശ്ലോകം നോക്കാം. ഉദ്ഭ്രാമ്യത് ബഹുതിമി നക്രചക്രവാളേ തത്രാബ്ധൗ ചിരമധിതേപി നിർവികാരേ ഏകസ്ത്വം കരയുഗകൃഷ്ടസർപ്പരാജ സംരാജൻ പവനപുരേശ പാഹി രോഗാത്. ഈ ശ്ലോകത്തിൽ ഉദ്ഭ്രാമ്യത് ബഹുതിമി നക്രചക്രവാളേ തത്ര അബ്ധൗ ചിരമധിതേ അപി നിർവികാരേ ഏകഃ കരയുഗകൃഷ്ടസർപ്പരാജഃ സംരാജൻ ത്വം പവനപുരേശ രോഗാത് പാഹി. ഇവിടെ പവനപുരേശനോട് വീണ്ടും വളരെയധികം വിനയാന്വിതനായിട്ട് അപേക്ഷിക്കുകയാണ്, എന്നെ രോഗത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന്. അവസാനം എന്നെ എന്ന് പറഞ്ഞിട്ടില്ല, മാം എന്ന് പറഞ്ഞിട്ടില്ല, പവനപുരേശ രോഗാത്. ഇത് വായിക്കുന്ന എല്ലാവർക്കും ഇത് ഔഷധമാണ് ഈ നാരായണീയം. അപ്പോൾ ഇത് വായിക്കുന്ന നമ്മളെല്ലാവരും രോഗത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നാണ് ആ ശ്രീ മേൽപ്പത്തൂർ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. ഇവിടെയും ഭാഗവതത്തിൽ നിന്നുള്ള ഒരു ശ്ലോകം ഉദ്ധരിച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ വരികളിലൂടെ ഒന്ന് പോകാം. ഉദ്ഭ്രാമ്യ ബഹുതിമി നക്രചക്രവാളേ എന്ന് പറഞ്ഞിരിക്കുന്നു. അതെന്താണെന്ന് നോക്കാം. വളരെയധികം തിമിംഗലങ്ങളുണ്ട് ഈ പാലാഴിയിൽ. നക്രം മുതലകളാണ്. അങ്ങനെ ആ പാഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സമുദ്രത്തിൽ ഇതെല്ലാം ഈ സമുദ്രം ഇളകി മറിയുവാണ്. അതും പതിവില്ലാത്തതാണ് അല്ലേ. അങ്ങനെയുള്ള ആ സന്ദർഭത്തിൽ ഈ തിമിംഗലങ്ങളും മുതലകളും എല്ലാം പരിഭ്രമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞ് നടന്നുകൊണ്ടിരുന്നു. അതാണ് ഉദ്ഭ്രാമ്യ ബഹുതിമി. ബഹു എന്ന് പറഞ്ഞാൽ ധാരാളം തിമിംഗലങ്ങളും മുതലകളും. ചക്രവാളേ തത്ര അബ്ധൗ ചിരമധിതേ അപി. ഇങ്ങനെ ആ സമുദ്രത്തിന് വളരെ നേരം മതിച്ചിട്ടും മാറ്റമൊന്നും വരുന്നില്ലെന്ന് കണ്ടപ്പോൾ ഇങ്ങനെ നിർവികാരേ എന്ന് പറഞ്ഞാൽ ഒരു വികാരം ഉണ്ടായില്ല, ഒരു മാറ്റവും ഉണ്ടായില്ല. ഏകഃ കരയുഗ കൃഷ്ട സർപ്പരാജഃ. ഒറ്റയ്ക്ക് 2 കൈകൊണ്ടും വാസുകിയെ വലിച്ചു കടഞ്ഞുകൊണ്ട് ശോഭിക്കുന്ന അവിടുന്ന്. ത്വം അവിടുന്ന്. സംരാജൻ ത്വം. കൃഷ്ടസർപ്പ കരയുഗ. 2 യുഗം എന്നുദ്ദേശിച്ചിരിക്കുന്ന ഇവിടെ യുഗളമാണ്. ഒറ്റയ്ക്ക് 2 കൈകൊണ്ടും ആ സർപ്പരാജനെ പിടിച്ച് വാസുകിയെ പിടിച്ച് കടയാൻ തുടങ്ങി. അങ്ങനെയുള്ള ഭഗവാനെയാണ് വിളിച്ച് മേൽപ്പത്തൂർ പ്രാർത്ഥിക്കുന്നത്. പവനപുരേശ രോഗാത്. രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പറയാണ്. ഒറ്റയ്ക്ക് പാലാഴി കടയുന്ന ഭഗവാനെ ഒന്ന് മനസ്സിൽ സങ്കല്പിച്ച് നോക്കൂ. ആ ഭഗവാനെയാണ് ഈ 4 വരികളിൽ, ഭാഗവതത്തിൽ നിന്നുള്ള ഈ 4 വരികളിൽ പറഞ്ഞിരിക്കുന്നത്. അത് നോക്കൂ, വായിക്കാം. മേഘശ്യാമ കനകപരിധി കർണവിദ്യോത വിദ്യുന്മൂർധ്നി ഭ്രാജദ്വിലുളിതകച ശ്രദ്ധരോ രക്തനേത്ര ജൈത്രൈർദോർഭിർജഗദഭയദൈർനന്ദന്തശൂകം ഗൃഹീത്വാ മധ്നൻ മധ്ന പ്രതിഗിരിരിവാശോഭതാധോ ധൃതാദ്രി. ഇതിൻ്റെ
മീനിങ് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. മേഘശ്യാമം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ കളർ എങ്ങനെയാണ്? ആ ഒറ്റ കൈ കൊണ്ട് വാസുകിയെ ഇങ്ങനെ 2 കൈകൾ കൊണ്ടും വാസുകിയെ പിടിച്ച് മന്ദരപർവ്വതത്തെ കൊണ്ട് ക്ഷീരസാഗരം അങ്ങനെ മഥനം ചെയ്തപ്പോൾ അദ്ദേഹം മറ്റൊരു പർവ്വതം പോലെ ശോഭിച്ചു എന്നാണ്. ഇപ്രകാരമുള്ള ആ മഥനം കൊണ്ട് ജലത്തിലെ ആ മത്സ്യങ്ങൾ, തിമിംഗലങ്ങൾ, സർപ്പങ്ങൾ, ആമകൾ ഇവയെല്ലാം പരിഭ്രമിച്ച് ഓടുവാൻ തുടങ്ങിയപ്പോൾ പിന്നെയും മഥനം ചെയ്തപ്പോൾ സമുദ്രത്തിൽ നിന്ന് അതിഭയങ്കരമായ വിഷമാണ് പൊങ്ങി വന്നത്. അപ്പോൾ ചിന്നിച്ചിതറിയ ആ തലമുടികളോട് കൂടിയവൻ, മാരടത്തിൽ ശോഭിക്കുന്ന വനമാലയോട് കൂടിയ ഭഗവാൻ, അതുപോലെ മേഘം പോലെ ശ്യാമള വർണ്ണത്തോടു കൂടിയവൻ, കണ്ണങ്ങളിൽ തിളങ്ങുന്ന കുണ്ടലം ധരിച്ചവൻ, ഇങ്ങനെയൊക്കെയാണ് ഭാഗവതത്തിൽ ആ ഭഗവാന്റെ മുഴുവൻ രൂപത്തെയും വർണ്ണിച്ചിരിക്കുകയാണ്. ദേവാസുരന്മാർ ഒത്തുചേർന്ന് മഥനം ചെയ്തിട്ടും ഇങ്ങനെ അമൃതം ലഭിക്കുന്നില്ലല്ലോ എന്ന് കണ്ടാണ് ഭഗവാൻ തൻ്റെ ശക്തി പ്രയോഗിക്കുന്നത്. അപ്പം ആ ഭഗവാനെയാണ് ഈ വരികളിൽ വർണ്ണിച്ചിരിക്കുന്നത്. ഈ ഭാഗത്തോടുകൂടി ഈ ശ്ലോകം അവസാനിക്കുന്നു, ഈ ദശകം അവസാനിക്കുകയാണ്. ഉദ്ഭ്രാമ്യത് ബഹുതിമി നക്രചക്രവാളേ തത്രാബ്ധൗ ചിരമധിതേപി നിർവികാരേ ഏകസ്ത്വം കരയുഗകൃഷ്ടസർപ്പരാജ സംരാജൻ പവനപുരേശ പാഹി രോഗാത്. ശ്രീനാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ ശ്രീ പാഹി മാം പാഹി.